നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. കല്ലെറിഞ്ഞു കൊല്ലുവാൻ കൊണ്ടുവന്ന പാപിനിയോട് ക്ഷമിക്കുന്ന കർത്താവ്. ക്രിസ്തുവിൻ്റെ ഒലിവുമല അനുഭവവുമായി ദേവാലയ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ക്രിസ്തു ആത്മീയത. പാപിനിയായവളുടെ ജനവിധിയെ ഈ പശ്ചാത്തലത്തിലാണ് സുവിശേഷം ചിത്രീകരിച്ചിരിക്കുന്നത്. 4 ചിന്തകളാണ്. 1. പാപിനിയായവൾ നിൽക്കുന്നത് ദേവാലയത്തിനും ക്രിസ്തുവിനും കല്ലെറിഞ്ഞ് കൊല്ലുവാൻ കല്ലുമായി നിൽക്കുന്നവരുടെയും മധ്യയാണ്. ക്രിസ്തുവിൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന ഇടമായിരുന്നു ഒലിവുമല. അവിടെ നിന്നുമാണ് കർത്താവ് ദേവാലയത്തിലേക്ക് വന്നത്. അവിടെ വച്ചാണ് പാപിനിയെ അവർ ഓടിച്ച് കർത്താവിൻ്റെ ആലയത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ അരികിലേക്ക് കയറ്റിയത്. അവൾ ചെന്ന് വീണത് കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ മുന്നിലേക്കാണ്. പാപം മറ്റുള്ളവരാൽ ആട്ടിയോടിക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ മുന്നിലേക്ക്, അഥവാ ദൈവ പ്രാർത്ഥനയുടെ മുന്നിലേക്ക് വന്ന് വീഴുന്നു. 2. എറിഞ്ഞു കൊല്ലുവാൻ കല്ലുമായി നിന്നവർ കണ്ട പാപിനി. ഇവൾ പാപം ചെയ്യുന്ന വേളയിൽ പിടിക്കപ്പെട്ടവളാണ്. ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് മോശയുടെ നിയമം നിഷ്കർഷിക്കുന്നത്. അവൾ അവിടെയുള്ള എല്ലാവർക്കും പാപിനി എന്ന രീതിയിൽ സുപരിചിതയായിരുന്നു. അക്കൂട്ടത്തിൽ പലരുമായും പാപം ചെയ്തിട്ടുണ്ടാകണം അവർ അവളിൽ പാപത്തെ ആരോപിക്കുകയായിരുന്നു. അവൾ പാപിനിയാണ് എങ്കിലും അവർക്ക് അവളിലുള്ള പാപത്തെ കൊല്ലുവാൻ സാധിക്കുകയില്ല എന്ന് ക്രിസ്തുവിന് അറിയാമായിരുന്നു. 3. ക്രിസ്തു കണ്ട പാപിനി. ക്രിസ്തു അവളെ കാണുന്നതിന് മുൻപ് ഒലിവുമലയിൽ ദൈവത്തെ കണ്ടുകൊണ്ടാണ് വന്നത്. ക്രിസ്തു അവളിൽ കണ്ടത് നിസ്സഹായയായ ഒരു സ്ത്രീയെയും തിന്മയുടെ മൂർത്തരൂപമായ പാപത്തെ അഥവാ പിശാചിനെയുമായിരുന്നു. ഒരർത്ഥത്തിൽ ക്രിസ്തു നിലത്തെഴുതിയത് അവളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ നോക്കി ചിരിക്കുന്ന പിശാചിനെതിരെയാണ്. അതുവഴി അവളിലെ പിശാചിനെ ആ മണ്ണിലേക്ക് കർത്താവ് മാറ്റി എഴുതുകയായിരുന്നിരിക്കണം. ക്രിസ്തു അവളിൽ ശേഷം കണ്ടത് പാപത്തിലേക്ക് പിശാചി വീഴ്ത്തിയ ആദ്യ സ്ത്രീയെ തന്നെ ആയിരിക്കണം. കാരണം ആ പാപകാരണത്താലാണല്ലോ മാനവരാശി പാപത്തിൽ നിബന്ധിച്ചത്. 4. ക്രിസ്തുവിൻ്റെ വിധിന്യായങ്ങൾ ഉയർത്തി, കല്ലുകൾ എടുത്തുയർത്തി വിധിക്കാനായി നിന്നിരുന്നവരെ കർത്താവ് അവരുടെ തന്നെ പാപങ്ങളെ വിധിക്കുവാൻ അവരോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. മോശയുടെ വിധിന്യായത്തെ കർത്താവ് കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ കല്ലുമായി നിന്നവരെ അവരുടെ പാപങ്ങളിലേക്ക് കർത്താവ് ഉണർത്തുകയായിരുന്നു. ക്രിസ്തുവിൻ്റെ വിധി എപ്പോഴും പാപത്തിനെതിരെ ആയിരുന്നു, പാപിക്കെതിരെ ആയിരുന്നില്ല. അവിടെ ക്രിസ്തു വീണ്ടും പിശാചിനെ പരാജയപ്പെടുത്തുകയാണ്. പ്രിയരെ, നമുക്ക് നമ്മിലെ പിശാചിനെ തിരിച്ചറിഞ്ഞ് പാപത്തെ വെറുത്ത് ക്രിസ്തുവിൻ്റെ മക്കളായി മാറാം. ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഉറവിടം